രാവിലെ 7 മണിയായിട്ട് എൻ്റെ കണ്ണ് തീരെ തുറയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എങ്ങനെയൊക്കെ കേട്ടോ ഞാൻ എണീറ്റ് വന്നത്. എണീറ്റ് വന്നുടനെ ഞാൻ ആ മുടിയൊക്കെ ഒന്ന് മെടഞ്ഞിട്ടത് അയച്ചിടുന്നുണ്ടേ. അതിനുശേഷം കുറച്ച് നേരം ജനലൊക്കെ തുറന്ന് ഞാൻ കുറച്ച് നേരം ആസ്വദിച്ച് അവിടെ ഇരുന്നു കേട്ടോ. ആസ്വദിച്ചിരുന്നതിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി ഒന്നും സെറ്റ് ആകത്തോണ്ട് തന്നെ വേഗം തന്നെ വന്ന് മുഖം കഴുകുന്നുണ്ടേ. ആ മുഖം കഴിക്കാല്ലെങ്കിൽ ആ ക്ഷീണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇന്നലെ രാത്രി വാങ്ങിച്ച പൊടികളൊന്നും ഞാൻ പൊട്ടിച്ചിടാത്തതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ കേട്ടോ അതൊക്കെ ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ ചായ നട്ടോ തുടങ്ങുന്നത്. ചായ ആദ്യം കാച്ചാൻ വേണ്ടി വെക്കുന്നുണ്ടേ. ചായ കാച്ചി കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി നോക്കാൻ ഓർത്തേ. ഇന്ന് ഇടിയപ്പം മുട്ടക്കറിയാണ്. ഈ കോംബോ ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മുട്ട ഞാൻ പുഴുങ്ങാൻ വെക്കുന്നത് കുക്കറിലാട്ടോ. അതാകുമ്പോൾ ഒറ്റൊരു മിസിലിൽ കാര്യം കഴിഞ്ഞ് ഇടിയപ്പത്തിലോട്ടുള്ള മാവിലോട്ട് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇവിടെ ബൂസ്റ്റിട്ട പാല് നിർബന്ധം കേട്ടോ. അതുകൊണ്ട് അതൊന്ന് അങ്ങനെ സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എത്രയൊക്കെ കട്ടിംഗ് ബോർഡ് ഉണ്ടെങ്കിലും എനിക്ക് സവാള ഇങ്ങനെ കൈവച്ച് കട്ട് ചെയ്യാനായിട്ട് ഇഷ്ടം. പിന്നെ ഇന്ന് ഇടിയപ്പത്തിൽ കുറച്ച് വെള്ളം കൂടി പോയി തോന്നുന്നു കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടാട്ടോ മാവ് ഇന്ന് വന്നത്. എന്താവോ എന്ന് എനിക്കറിയില്ല. ഇടിയപ്പം എന്ത് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതാ ഒരു മുട്ട എടുത്ത് ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് മുട്ടക്കറിയിൽ മുട്ട ഇടുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ കേട്ടോ കഴിക്കുന്നത്. കണ്ടോ എൻ്റെ മണ്ടത്തരം കണ്ടോ. കൈ വെച്ച് പൊള്ളുന്ന സാധനം ഞാൻ കൈ വെച്ചായിട്ട് എടുക്കുന്നത്. കൈ പൊള്ളിയത് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ തുണി വെച്ചൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അവിടെയും ചെയ്തൊരു മണ്ടത്തരം, ഞാൻ വെളിച്ചെണ്ണ തൂയി കൊടുക്കാൻ മറന്നുപോയടാ ഇടിയപ്പച്ചെമ്പിൽ. അപ്പോൾ അതുകൊണ്ട് അതും ഒട്ടിപ്പിടിച്ച് കുറച്ച് പണിയായി. പിന്നെ വെള്ളം കൂടി പോയതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇടിയപ്പം. അപ്പോൾ ഇതാ ചായയും ഒന്ന് കൊട്ടിയായിരുന്നു കേട്ടോ. അവിടെയും പറ്റിയ എൻ്റെ മണ്ടത്തരം. എന്നെപ്പോലെ ഇങ്ങനെ മണ്ടത്തരം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്ന് ഒരുപാട് മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഉറക്കക്ഷീണം ശരിയാവാത്തതുകൊണ്ടായിരിക്കും തോന്നണേ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ കിടന്ന് ഉറങ്ങും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം. അപ്പോൾ അത്രയുള്ള